ഹായ്. എന്താ പറയുക, ഇന്നലെ ഞാൻ ആനിവേഴ്സറിക്ക് സ്കൂളിൽ പോയപ്പം എൻ്റെ ഒരു കൂട്ടുകാരിനെ കണ്ടു കേട്ടോ, അശ്വതി. ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഹായ് ഹലോ ഹായ് ഹലോ അങ്ങനെ പറയണ്ട, ഇനി നീ ഹായ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ ഞാനിന്ന് ഷോപ്പിൽ വന്നപ്പോൾ ഒരാൾ എന്താ പറയുക, എൻ്റെ വീഡിയോ കാണുന്ന ആളാണ് കേട്ടോ. ഇതിനു മുമ്പേ ഞാൻ ആളെ കണ്ടിട്ടുണ്ട്. ആൾ എൻ്റെ അടുത്ത് അഭിപ്രായമൊക്കെ പറയാറുണ്ട്. എൻ്റെ ഇൻസ്റ്റയിലാണെങ്കിലും ലൈക്കും കമൻറ്റും ഒക്കെ തരാറുമുണ്ട്. അപ്പോൾ ആളും എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഹായ് ഹലോ എന്നൊന്ന് മാറ്റി പിടിക്കറോ എന്ന്. റേഷൻ കടയിൽ സാധനം വാങ്ങാൻ വന്നതാണ് കേട്ടോ. അത്യാവശ്യം എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നേരിട്ടും അല്ലാണ്ടും എല്ലാം കമൻറ്റ് ചെയ്യുന്ന ആളാണ്. അതെ, ഫാന്. എന്നാ ചെയ്യുന്നത്? ഇയാളെയും കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഹായ് ഹലോ എന്നുള്ളതൊന്ന് നിർത്തണം, ഒന്ന് മാറ്റി പിടിക്കണം എന്നുള്ളത്. അങ്ങനെ കുറച്ചായിട്ട് ആളുകൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഞാനത് മാറ്റാൻ ശ്രമിക്കാം. അങ്ങനെ ഞാനിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ. ആ കാണുന്നതാണ് റോഡ്. ഇതെൻ്റെ വീടാണ് കേട്ടോ. ഇത് ഇന്ന് പാർലറിൽ വന്നൊരു വർക്കാണ് കേട്ടോ. അവരെ എന്താ പറയുക, വന്ന സ്പോട്ടിൽ ഞാൻ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. പൊതുവെ വരുന്ന വർക്കിനെല്ലാം എനിക്ക് പറ്റുന്നൊരു അബദ്ധമാണ്. ഫസ്റ്റ് ഞാൻ അവരെ കാലിൻ്റെ ഫോട്ടോ എടുക്കാൻ മറന്നുപോകും. ഒരു കാല് എൻ്റെ വർക്ക് ചെയ്തതും ഒരു കാല് വർക്ക് ചെയ്യാത്തതുമാണ് കേട്ടോ. ഇത് പെർമനൻറ്റ് നെയിൽ ഫിക്സിംഗ് ആണ് കേട്ടോ. ഇത് വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ കാലാണ്. അങ്ങനെ വൈകുന്നേരം ഇരിക്കുമ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് മാംഗോ ബാർ ഉണ്ടായിരുന്നു. അച്ഛൻ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും. അവൻ്റെ കയ്യിലുള്ളത് ഇന്നലെ കൊണ്ടുവച്ചതാണ്. അപ്പോൾ ഇന്നലെ നൈറ്റ് കിടക്കുമ്പോൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്യും. അപ്പോൾ അത് അലുത്ത് പോയിട്ട് വീണ്ടും കട്ടയായതാണ് അവൻ്റെ കയ്യിലിരിക്കുന്നതിൻ്റെ ഷേപ്പ് അങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം. കിമോ വേണോ? ആ, കൊച്ചി വേണോ? തിന്നോ തിന്നോ എന്നാ തിന്നോ. വേറെ വേണോ? എന്നാ വാവക്ക് അയക്കുമോ? മധുരം ഉണ്ടാ? ടേസ്റ്റ് ഉണ്ടാ? ആൾക്ക് കഴിക്കണമെന്നുണ്ട്, പക്ഷേ നല്ല തണുപ്പായതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. അതാണ് ആളെ പ്രശ്നം. ശരി, വിഷമുണ്ടാ? ഏട്ടൻ തിന്ന് നോക്കിയാ?